വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ വലിയ മാറ്റങ്ങൾ. റവന്യൂ വകുപ്പ് എ.പി. അനിൽകുമാറിന് നേരത്തെ തീരുമാനിച്ചത് സണ്ണി ജോസഫിനായിരുന്നു. സണ്ണി ജോസഫിന് വൈദ്യുതി നൽകാനാണ് നിലവിലെ തീരുമാനം. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, കെ.പി.സി.സി പ്രസിഡന്റിന് പോലും ഉള്ള വകുപ്പുകളിലാണ് ഈ മാറ്റം. അതായത് അവസാന ഘട്ടത്തിലാണ് ഈ ചർച്ചകളൊക്കെ വന്നത് എന്നത് ഉറപ്പായിരിക്കുകയാണ്. കെ.സി വിഭാഗം കൂടുതൽ സീറ്റ് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ ചോദിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വാർത്തയെ പുറത്തേക്ക് വന്നതാണ്. ഇപ്പോഴാണ് ഈ ലോക്ഭവനിലേക്ക് നൽകുമ്പോഴാണ് കാര്യമായ മാറ്റങ്ങൾ അതിൽ ഉണ്ടാകുന്നത്. നേരത്തെ തീരുമാനിച്ചത് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ്, അത് പ്രധാനപ്പെട്ട വകുപ്പാണ്, അത് സണ്ണി ജോസഫിന് നൽകാം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എ.പി. അനിൽകുമാറിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ കെ.സി വിഭാഗത്തിൽ പ്രബലനാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാനേജർ എന്ന് തന്നെ പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ കെ.സി വേണുഗോപാലിന്റെ വിശ്വസ്തനാണ് എ.പി. അനിൽകുമാർ. എ.പി. അനിൽകുമാറിലേക്ക് പ്രധാനപ്പെട്ട വകുപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ആ വകുപ്പ് അദ്ദേഹമാണ്, എ.പി. അനിൽകുമാറാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുക. റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹമായിരിക്കും. അപ്പോൾ സണ്ണി ജോസഫിന് വൈദ്യുതിയാണ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് നേരെ വെച്ച് മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ വൈദ്യുതി വകുപ്പ് കെ മുരളീധരൻ നൽകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ആ വകുപ്പാണെങ്കിൽ തനിക്ക് വേണ്ട എന്ന തരത്തിൽ പറഞ്ഞിരുന്നു, അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ വകുപ്പ് വീണ്ടും മാറ്റി എ.പി. അനിൽകുമാറിലേക്ക് ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാന നിമിഷമാണ് ഒരു ചർച്ചയിൽ ആ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യമായ മാറ്റം എന്ന് പറയുന്നത് ലീഗുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറയുന്നതാണ്. ആ വകുപ്പ് അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, ഉണ്ടാകണം എന്നാണ് ലത്തീൻ സഭ അടക്കം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ വകുപ്പ് ഏറ്റവും ഒടുവിൽ അത് മുസ്ലിം ലീഗിന് തന്നെ നൽകുകയാണ് ചെയ്തത്. തൊഴിൽ വകുപ്പ് കൂടി ബിന്ദു കൃഷ്ണയ്ക്ക് നൽകും. വനിതാ ശിശു ക്ഷേമവും അതോടൊപ്പം തന്നെ ആ വകുപ്പുകളാണ്, സാമൂഹ്യനീതി അടക്കമുള്ള വകുപ്പുകളാണ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകിയത്. തൊഴിൽ കൂടി ബിന്ദു കൃഷ്ണയായിരിക്കും ഇനി കൈകാര്യം ചെയ്യുക. ഉന്നത വിദ്യാഭ്യാസം അത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ലീഗ് കൈവശം വെച്ചിരുന്ന, അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. അതിലേക്കാണ് റോജി എം ജോൺ വരുന്നത്. എന്തായാലും കാര്യമായ മാറ്റങ്ങൾ ലോക്ഭവനിലേക്ക് ഇന്നാണ് ആ പട്ടിക കൈമാറിയത്. വിജ്ഞാപനമായി അധികം വൈകാതെ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ കാര്യമായ മാറ്റങ്ങൾ ആ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നു. ആ പട്ടികയിൽ വകുപ്പ് സംബന്ധിച്ച് നേരത്തെ UDF-ൽ പ്രധാനപ്പെട്ട ധാരണയായിരുന്നില്ല. അവിടെ കാര്യങ്ങൾ CMB-ക്ക് നൽകിയ, CP ജോണിന് നൽകിയത് ഗതാഗത വകുപ്പായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് സഹകരണമാണ്. അവസാന നിമിഷവും ഇന്നലെ രാത്രിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി അദ്ദേഹം കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് തനിക്ക് സഹകരണം വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അതിനെ കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല. ഗതാഗതം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അവിടെ സഹകരണം എം ലിജുവിന് നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. എം ലിജുവിന് ആദ്യം പരിഗണിച്ചത് എക്സൈസ് ആണ്. പക്ഷേ ഒരു സാമുദായിക പരിഗണന വെച്ച് എക്സൈസ് നൽകുകയാണെങ്കിൽ അത് വേണ്ട എന്നാണ് എം ലിജു നിലപാടെടുത്തത്. അവസാനം പക്ഷേ ആ വകുപ്പ് എം ലിജു തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ മറ്റൊരു വകുപ്പ് കൂടി വേണം എന്നാണ് എം ലിജുവിന്റെ ആവശ്യമായി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സഹകരണം കൂടി അദ്ദേഹത്തിന് നൽകിയത്. എന്നാലും അധികം വൈകാതെ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പ് സംബന്ധിച്ച ഒരു പൂർണ്ണ ലിസ്റ്റ് ലോക്ഭവനിൽ നിന്നും പുറത്തേക്ക് വരും. രുചീഷ്.